പാവപ്പെട്ടവരെ സഹായിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ പേരിലൊരു ഇൻഷുറൻസ് ഏർപ്പെടുത്തുമ്പോൾ അതൊരിക്കലും സമ്പന്നരുടെ കയ്യിലേക്കല്ല പോവുക. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെയാണ് സംരക്ഷിക്കുക. മാലിന്യം നീക്കം ചെയ്തില്ലെങ്കിൽ ഈ മഴയത്ത് ഡെങ്കി പടരും. പിന്നെ ആരോഗ്യവകുപ്പിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചത് വീര്യം കുറഞ്ഞ മദ്യം ആകുമ്പോൾ ആൾക്കാർ വീര്യം കൂടിയത് കഴിക്കില്ലല്ലോ. അതെ. പക്ഷേ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യണം? ഇതൊക്കെ ഘട്ടം ഘട്ടമായി കുറയ്ക്കണം. അതാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. ആരോഗ്യവകുപ്പിൽ ഇങ്ങനെ അവയവമാറ്റ കച്ചവടം നടക്കുന്നുണ്ടെന്ന് വല്ലതും കണ്ടാൽ ഞാൻ ആശുപത്രിക്കെതിരെ സ്ട്രോങ് ആക്ഷൻ എടുക്കും. ദേവൻ്റെ സ്വർണം ഒരു സ്വത്ത് പോലും മോഷ്ടിക്കാൻ പാടില്ല. എന്നെയൊക്കെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, അമ്പലത്തിൽ തൊഴുത് പുറത്തിറങ്ങുമ്പോൾ ഒരു 4 അണ നിലത്ത് കിടക്കുന്ന കണ്ടാൽ അതെടുത്ത് ഒന്നുകിൽ കൗണ്ടറിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഭണ്ണാരത്തിലിടുക. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ധാരണ ഈ രാജൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാജിവെച്ചാൽ ചിലപ്പോൾ ആ കുട്ടി പുറത്തു വരും. ഒരുപക്ഷെ അന്നത്തെ രാജിയാണ് പിന്നീട് പ്രഗത്ഭനായ ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന് സംഭാവന ചെയ്തു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അങ്ങയുടെ ഈ 2 വകുപ്പുകൾ കഴിഞ്ഞ കുറേ നാളുകളായി വാർത്തകളിലൊക്കെ തന്നെ ഇടം നേടിയിട്ടുണ്ട്. വിവാദമായിട്ടുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള 2 വകുപ്പുകളാണ്. വരുന്ന 5 വർഷം മന്ത്രി എന്നുള്ള നിലയിൽ ഈ വകുപ്പുകൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്വപ്ന പദ്ധതികളെക്കുറിച്ചൊന്ന് പറയാമോ? ഒരുപാട് സ്വപ്ന പദ്ധതികളുണ്ട്. അത് സ്വപ്നം വെറുതെ കണ്ടാൽ പോരാ, നടപ്പാക്കാൻ പറ്റുന്ന സ്വപ്നങ്ങളെ കാണാൻ പാടും. സാധാരണ സ്വപ്നം പോലെയല്ലല്ലോ ഒരു പദ്ധതിയുടെ സ്വപ്നം കാണുന്നത്. അപ്പോൾ ആരോഗ്യവകുപ്പും ദേവസ്വം വകുപ്പുമാണ് പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ. രണ്ടും ജനങ്ങളെ ആകർഷിക്കുന്ന 2 വകുപ്പുകളാണ്. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ സർക്കാരിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുക. അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ മികച്ച നിലവാരത്തിലുള്ളതാക്കുക. ഒരുപക്ഷെ സ്വകാര്യ മേഖലയുമായി താരതമ്യം ചെയ്യുമ്പോൾ സർക്കാർ മേഖലയ്ക്ക് ഒരുപാട് പരാധീനങ്ങളുണ്ട്. ഒന്ന്, സർക്കാരുകാർ മുറ പോലെ എന്നൊരു ചൊല്ലുണ്ടല്ലോ, ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്ന കാര്യത്തിലുണ്ടാകുന്ന നൂലാമാലകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സർക്കാർ ആശുപത്രികൾ ആദ്യം വേണ്ടത് വൃത്തിയായി സൂക്ഷിക്കുക. അതിൻ്റെയാണ് തുടക്കം പദ്ധതിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭം കുറിച്ചത്. അതായത് ആശുപത്രി പരിസരങ്ങളും വൃത്തിയായിട്ട് വയ്ക്കുക. പലപ്പോഴും സർക്കാർ ആശുപത്രികളൊക്കെ ചികിത്സയ്ക്ക് വരുന്ന പലർക്കും ന്യൂമോണിയ ഉൾപ്പെടെയുള്ള അസുഖങ്ങളുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഈ അന്തരീക്ഷത്തിൻ്റെ സ്ഥിതിയാണ്. അത് മാറ്റിയെടുക്കണം. അപ്പോൾ അന്തരീക്ഷം വൃത്തിയുള്ളൊരു ശുദ്ധമായി ശ്വസിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം സ്ഥാപിക്കുക. അതോടൊപ്പം തന്നെ ഒരു വലിയൊരു സ്വപ്ന പദ്ധതിയാണ് ഈ നിലത്ത് കിടന്ന് ഒഴിവാക്കുക എന്നുള്ളത് മെഡിക്കൽ കോളേജുകളിൽ. അതിനുള്ള മാർഗ്ഗം ഞാനിപ്പോൾ കണ്ടിടത്തോളം ഞാൻ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലൊക്കെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ജില്ലാ ആശുപത്രികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുക. ഇതിനൊക്കെ പുറമേ സർക്കാർ മെഡിക്കൽ കോളേജുകൾ തന്നെ ഒരുപാട് ഒഴിഞ്ഞ സ്ഥലങ്ങൾ കിടപ്പുണ്ട്. അവിടെയൊക്കെ നല്ല കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ സർക്കാരിൻ്റെ സാമ്പത്തികം ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CSR ഫണ്ട് ഉൾപ്പെടെ വിനിയോഗിച്ചുകൊണ്ട് കെട്ടിടങ്ങൾ പണിയുക. അതുപോലെ തന്നെ ആ കെട്ടിടങ്ങളിൽ വേണ്ടത്ര സ്റ്റാഫിനെ നമ്മളുണ്ടാക്കി കൊടുക്കണം, കിടക്കകൾ സജ്ജീകരിക്കുക. അപ്പോൾ അങ്ങനെ CSR ഫണ്ടും പിന്നെ ചില ആളുകൾ വ്യക്തിപരമായി നൽകുന്ന സഹായങ്ങളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ആശുപത്രികളെ മികച്ച നിലവാരത്തിലേക്ക് എത്തിക്കുക. ഇപ്പോൾ സ്വകാര്യ മേഖല യാഥാർത്ഥ്യമാണ്, അത് നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. അവർ മികച്ച ചികിത്സ നൽകുന്നുണ്ട്, പക്ഷേ സാധാരണക്കാർക്ക് പലപ്പോഴും താങ്ങാൻ കഴിയാറില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അതൊക്കെ താങ്ങാൻ കരുത്തുള്ള സമ്പന്നർ ഈ സ്വകാര്യ ആശുപത്രിയിൽ പോകുമ്പോൾ സർക്കാർ ആശുപത്രിയിൽ നമുക്ക് അതേ സൗകര്യങ്ങൾ കുറേയൊക്കെ ഏർപ്പെടുത്തിയാൽ പാവപ്പെട്ട രോഗികൾക്ക് സഹായകരമാകും. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് സ്റ്റാഫിൻ്റെ നമ്പർ കൂട്ടുക, സർക്കാർ ആശുപത്രിയിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുക, അങ്ങനെയുള്ളൊരു സംവിധാനങ്ങളാണ് വിഭാവന ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ചർച്ചകളും അതിന് നല്ല റിസൾട്ടും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പലരും ഇതിനു വേണ്ടി
പണം ചെലവഴിക്കാൻ മടിയില്ലാത്ത ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ഒരു കാര്യം ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊരു പ്രത്യേക ഫണ്ടായിട്ട് അത് ക്യാബിനറ്റിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒരു പ്രത്യേക ഫണ്ടായി, അതായത് സർക്കാർ ആശുപത്രികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുന്ന ഒരു പ്രത്യേക ഫണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ നിലയനുസരിച്ച് കൊടുക്കുന്ന കാശ് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുമ്പോൾ അത് മറ്റു പലതിലേക്കായിട്ട് ദുരിതാശ്വാസ നിധി ആവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇതിനു വേണ്ടി മാത്രം ഒരു ഫണ്ട് എന്ന് പറയുമ്പോൾ ഈ കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അങ്ങനെ സർക്കാർ ആശുപത്രികളുടെ നവീകരണം ഒരു സ്വപ്നമാണ്. അങ്ങനെ ഇതെല്ലാം കഴിയുമ്പോൾ ഇപ്പോൾ ഈ നിലത്ത് കിടന്ന് ഒഴിവാക്കണം എന്നൊരു സന്ദേശം വന്നപ്പോൾ തന്നെ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിരുന്നു. അപ്പോൾ അവിടെ സാധാരണ അവിടെ കിടക്കാൻ സ്ഥലമില്ല. ചില വാർഡുകളുടെ സ്ഥിതി പരമദയനീയമാണ്. അവരെന്ത് ചെയ്തു, ഇന്നലെ വരെ നിലത്ത് കിടത്തിയിരുന്ന സ്ഥാനത്ത് 1-2 കമ്പനിക്കാർ ലയൺസ് ക്ലബ്ബ് സ്പോൺസർ ചെയ്ത് കുറച്ച് ബെഡ് വാങ്ങി അവിടെ ഈ നിലത്ത് കിടക്കുന്ന സ്ഥലത്ത് ബെഡ് തയ്യാറാക്കി. നമ്മുടെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇത് ഭാവിയിലൊരു വാർഡ് തന്നെ പുതിയതായിട്ട് ആരംഭിക്കാൻ. ഇപ്പോൾ ഞങ്ങൾ പുലയനാർ കോട്ടയിൽ ആശുപത്രി ഒരു പരിശോധന നടത്തിയപ്പോൾ അവിടെ ഇപ്പോൾ ആകെ ബെഡ് വളരെ കുറേ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം അവിടെ പേഷ്യൻസ് കുറച്ച് കുറവാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ ആശുപത്രിയിൽ കൂടെ പ്രയോജനപ്പെടുത്തി ഇവിടെയുള്ള എക്സസൈസ് എന്ന രോഗികളെ അങ്ങോട്ട് മാറ്റാൻ ഒരു 150-200 ബെഡ് അവിടെ ക്രമീകരിക്കാൻ കഴിയുന്നതാണ് ഇപ്പോഴത്തെ ഒരു അസസ്മെൻറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പൂർത്തിയാകുമ്പോൾ നമുക്ക് ഈ മേഖലയിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്, മുൻ LDF സർക്കാരിൻ്റെ കാലത്ത് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു, സർക്കാർ ആശുപത്രിയുടെ മേൽ ബെൻസ് കാറുകൾ വന്നു നിൽക്കുക. ഞാൻ പറയുന്നത് ഓട്ടോറിക്ഷക്കാരൻ നടന്നു വരുന്നവർക്ക് നല്ല ചികിത്സ കൊടുക്കുക, അതാണ് സർക്കാർ ആശുപത്രിയുടെ ലക്ഷ്യം. സമ്പന്നരായിട്ടുള്ള ആൾക്കാർ വരുന്നത് സന്തോഷം, പക്ഷേ സാധാരണക്കാരന് മികച്ച ചികിത്സ ഉറപ്പാക്കണമെങ്കിൽ അത് സർക്കാർ ആശുപത്രിക്കേ കഴിയൂ. അതെ അതെ, അങ്ങ് പറഞ്ഞതുപോലെ ഈ ആരോഗ്യവകുപ്പിനെ കൂടുതൽ സെൻസിറ്റീവ് ആക്കുന്നത് പണത്തിൻ്റെ ഒരു ദൗർലഭ്യം ആണ് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതൊരു പ്രധാന ഘടകം തന്നെ. അതിനാണ് ഞാൻ പറഞ്ഞത്, ഞാൻ CSR ഫണ്ട് വിനിയോഗിക്കുന്നു പറഞ്ഞപ്പോൾ ഒരു പ്രചരണം ഉണ്ടായി. ഇതിപ്പോൾ ഈ വകുപ്പിലൊരു പരിഷ്കാരം എന്ന് ഇഷ്ടപ്പെടാത്ത ചില ശക്തികളുണ്ട്. അത് ഞാൻ പ്രതിപക്ഷം ഒരു പാർട്ടിയെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ചില ആളുകൾ ഉണ്ട്. ഇപ്പോൾ ഉടനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയ സംഘടനക്കാരെയൊക്കെ ഞാൻ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അവർ വന്നില്ല. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? CSR ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ ആശുപത്രികളെ നവീകരിക്കുക എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമല്ലേ? കറക്റ്റ്. അതെ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. കടാമ്പുഴ ദേവസ്വം മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ്. ആ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് എന്നുള്ള മാത്രമുള്ള ഒരു ചിന്താഗതിയാണല്ലോ. പക്ഷേ ആ ആശുപത്രി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങി. വലിയ ചർച്ച ചെയ്യുന്നത്, അതായത് ഭക്തരുടെ പണം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നൊരു പ്രോജക്റ്റ്, നല്ലൊരു പ്രോജക്റ്റാണ്. അങ്ങനെയാണ് ക്ഷേത്രങ്ങളൊക്കെ ചെയ്യേണ്ടത്, ആരാധനാലയങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. ആ യൂണിറ്റ് തുടങ്ങി. ആ യൂണിറ്റ് ഒന്ന് വിപുലീകരിക്കണം. കാരണം ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ കിഡ്നി പേഷ്യൻസൊക്കെയുള്ള സ്റ്റേറ്റ് കേരളമാണല്ലോ, മുൻപ് തന്നെ കുറേ കാലങ്ങളായി. അപ്പോൾ വിപുലീകരിക്കാനും അതിനോടനുബന്ധമായിട്ടുള്ള കെട്ടിടം പണിയാൻ IDBI ബാങ്കുകാർ അവർ സ്പോൺസർ ചെയ്തു. ഒരു പുതിയ ഇത് ആരംഭിച്ചു. ഞാനാ പോയിട്ട് ഉദ്ഘാടനം ചെയ്ത കഴിഞ്ഞ ദിവസം. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് നല്ല പ്ലാൻ. ഇങ്ങനെ തന്നെയാണ് സർക്കാർ സ്ഥാപനങ്ങളെ വിപുലീകരിക്കേണ്ടത്. അതല്ലാതെ ബഡ്ജറ്റിലേക്ക് ആസ്വദിക്കുക ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ധവളപത്രം കണ്ടല്ലോ, ഇടതുപക്ഷം ഒരു ബദൽ ധവളപത്രം ഇറക്കി. ഈ 2 ധവളപത്രം നോക്കിയാലും സർക്കാർ ആശുപത്രിക്ക് കാശ് കിട്ടില്ല. അപ്പോൾ ഈ മാർഗ്ഗമേ ഉള്ളൂ. സാറിന് അറിയായിരിക്കും, നമ്മൾ ബിവ്കോ അവിടെ സർചാർജ് ആരോഗ്യവകുപ്പിന് വേണ്ടിയിട്ടായിരുന്നു നീക്കി വെച്ചിരുന്നത്. പക്ഷേ അതുപോലെ തന്നെ 80കളിൽ ലോട്ടറി തുടങ്ങിയതും. അപ്പോൾ ഈ 2 സംഭവം ഇപ്പോൾ കിട്ടുന്നില്ല. അതിന് വീണ്ടും ഈ പണം അതിൽ നിന്ന് ആരോഗ്യവകുപ്പിലേക്ക് വരുന്നതിന് വേണ്ട നടപടികളിലേക്ക് ചർച്ച നടത്തുമോ? കടക്കുന്നതിൽ വിരോധമില്ല, പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാൽ മാത്രമേ അതുപോലെ തന്നെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈ ലോട്ടറിയുടെ വ്യത്യാസമുണ്ട്. കാരുണ്യ ലോട്ടറി വന്നപ്പോൾ അത് ചികിത്സയ്ക്കാണ് കൂടുതലായിട്ട് ചിലവഴിക്കുന്നത്. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. ഒരു 2 ലക്ഷം രൂപയൊക്കെ ഒന്നുമില്ല, 2 ലക്ഷം ഒന്നുമില്ല എങ്കിലും അതെങ്കിലും കൊടുക്കാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ലോട്ടറി എന്നുള്ള വരുമാനത്തിനേക്കാൾ ഇനിയൊക്കെ ഉപരിയായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് മുന്നോട്ട്. ഈ ഫണ്ടൊക്കെ ഞാൻ പറയാം, ഇതൊരു പ്രത്യേക ഫണ്ടാക്കി നമ്മൾ ഉപയോഗിച്ചാൽ കോടികളുടെ
വരുമാനവും ഉണ്ടാവും, ആശുപത്രികളുടെ നവീകരണത്തിനൊക്കെ ധാരാളം മതിയാവും. അതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മിനിസ്റ്ററോട് സംസാരിക്കാൻ വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ കുറേ സാധാരണക്കാർ ആവശ്യപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചൊരു കുറച്ചുകൂടി വിശദമായ വിവരങ്ങൾ ശേഖരിക്കാമോ മന്ത്രിയോട് ചോദിക്കാമോ? അതായത് ഞങ്ങൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ആക്ഷേപം വന്നിരുന്നു 10 കോടിയാകെ നീക്കി വെച്ചിട്ടുള്ളൂ എന്ന്. അസംബ്ലിയിൽ പ്രതിപക്ഷം പറഞ്ഞതാണ്. അപ്പോൾ അതിന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇതൊരു ടോക്കണാണ്, ടോക്കൺ എമൗണ്ട്. ഞങ്ങൾ ആ പദ്ധതിയെക്കുറിച്ച് വിശദമായി, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ KSRTCക്ക് സ്ത്രീകളുടെ സൗജന്യം, നമുക്കതിനെക്കുറിച്ച് ഒരു വിശദമായിട്ടുള്ള പഠനത്തിൻ്റെ ആവശ്യമില്ല, സ്ത്രീകൾക്ക് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വയോജന വകുപ്പ് രൂപീകരിക്കണം, അതിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കി ആ വകുപ്പ് രൂപീകരണം കടന്നാൽ മതി. പക്ഷേ ഇത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാകുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ വേണം, നിലവിലുള്ള ഇൻഷുറൻസ് പദ്ധതികളെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ നടപ്പാക്കണം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു സ്റ്റഡി ആവശ്യമാണ്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഒരു പൈസ പോലും നീക്കി വെച്ചില്ലെങ്കിൽ അത് നാളെ ആക്ഷേപമല്ലേ, ജനത്തിന് വിശ്വാസം പോവില്ലേ. അവർ പറയും ആദ്യത്തെ 2-3 നടപ്പാക്കി, ഇത് നടപ്പാക്കാൻ പോകുന്നില്ല എന്നുള്ള ചിന്താഗതി. അതുകൊണ്ടാണ് ഒരു ടോക്കൺ എമൗണ്ടായിട്ട് 10 കോടി ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. അത് കൂടുതൽ വിശദാംശങ്ങൾ, അതായത് രോഗികൾക്ക് പരമാവധി പ്രയോജനം കിട്ടുന്ന രീതിയിലായിരിക്കും ആ പദ്ധതി ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. കാരണം പാവപ്പെട്ടവരെ സഹായിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ പേരിലൊരു ഇൻഷുറൻസ് ഏർപ്പെടുത്തുമ്പോൾ അതൊരിക്കലും സമ്പന്നരുടെ കയ്യിലേക്കല്ല പോവുക. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെയാണ് സംരക്ഷിക്കുക. അത് കാര്യത്തിൽ ഞങ്ങൾ വളരെ വിജിലൻ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുക. ഒരു റിക്വസ്റ്റ് ഈ മധ്യവർഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്, ഇതിനൊപ്പം തന്നെ അത് ഈ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തണമെന്നുള്ള റിക്വസ്റ്റാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഈ ഇൻഷുറൻസ്, ഇപ്പോൾ ഒരുപാട് ഇൻഷുറൻസ് എല്ലാവരും എടുക്കുന്നുണ്ട്, ആരോഗ്യ ഇൻഷുറൻസ് എല്ലാവർക്കും ഇപ്പോൾ ഒരു മസ്റ്റ് ആകുന്നൊരു സാഹചര്യത്തിലേക്ക് പോകാം. പക്ഷേ പല കമ്പനികളും ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞ് തട്ടുമുട്ടി ന്യായം എന്ന് പറയുന്നത് പോലെ ക്ലെയിമുകൾ പലപ്പോഴും നിരസിക്കാറുണ്ട്. ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഇടപെടൽ നടക്കുമോ എന്നുള്ള കാര്യം കൂടി ചർച്ച ചെയ്യുമോ? തീർച്ചയായിട്ടും. കാരണം ഒരു ഇൻഷുറൻസ് ചെയ്യാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മുടന്ന ന്യായങ്ങൾ പറഞ്ഞ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല. അതിൽ ഗവൺമെൻറ് അക്കാര്യത്തിൽ ശക്തമായിട്ട് ഇടപെടും, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. മറ്റൊന്ന്, ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് 2 മെഡിക്കൽ കോളേജുകൾ, തിരുവനന്തപുരത്ത് ഒന്നും ഹരിപ്പാടൊന്നും വരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ സർ, ഈ ആരോഗ്യ മേഖലയിലെ വിദഗ്ധരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് PG മെഡിക്കൽ കോളേജാണ് കൂടുതൽ നല്ലത് എന്നല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്ന് വിചാരിച്ചിട്ട് നമുക്ക് മറ്റ് MBBSന് കുറേ കുട്ടികൾ ജയിച്ചു വരാൻ തക്കവണ്ണമുള്ള സംവിധാനം ഒരുക്കണം. അതിൻ്റെ കൂടെ ചികിത്സയുണ്ടല്ലോ. രോഗികൾക്ക് സഹായകം MBBS ഒക്കെ ഉൾപ്പെടെ പഠിക്കാൻ നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു പ്രചോദനം. എന്നാൽ PG വേണം. അതെ, നമുക്ക് അനുബന്ധമായിട്ട് തുടങ്ങാം. ഇപ്പോൾ നമ്മളിത് ആദ്യം തുടങ്ങി വെച്ചു. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ബഡ്ജറ്റിൽ ടോക്കൺ എമൗണ്ട് വയ്ക്കുന്ന പോലെയാണ്. സ്റ്റാർട്ട് ചെയ്യുക ഗ്രാജുവലായിട്ട് വേണ്ടി വരും. PG കോഴ്സ് വേണം, കൂടിയ തീരുമാനം, അല്ലെങ്കിൽ കർണാടകത്തിലേക്കൊക്കെ പോയി കാശ് കൊടുത്ത് പഠിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് വരില്ല, ഇപ്പോൾ തന്നെ കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ MBBS ഡോക്ടർമാർക്ക് ശമ്പളം കുറവാണെന്നാണ് അവരുടെ ഒരു പരാതി. ശരിയാണ്. കാരണം അതുകൊണ്ടാണ് പലരും പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് പോകുന്നത്. പ്രൈവറ്റ് സെക്ടറിനെ തീർത്തും ഒഴിവാക്കുന്ന സമീപനമായിരുന്നു കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചതെന്നാണ് പറയുന്നത്. കാരണം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പൂട്ടിപ്പോയ ചെറിയ ക്ലിനിക്കുകളുടെ എണ്ണം 100 കണക്കിനാണ്. ഈ സാധാരണക്കാർ ഒരു 10-60-70% പോകുന്നത് അങ്ങോട്ടാണ്. പക്ഷേ ഇപ്പോൾ വലിയ ആശുപത്രികൾ, കോർപ്പറേറ്റ് സ്വഭാവമുള്ള ആശുപത്രികൾ പെരുകുന്നു, പക്ഷേ കുഞ്ഞു ക്ലിനിക്കുകൾ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിൽ. ഇല്ല, അത് ഞങ്ങൾ തീർച്ചയായിട്ടും ചെറിയ ക്ലിനിക്കുകൾക്കും പ്രാധാന്യമുണ്ട്. കാരണം വലിയ മൾട്ടിനാഷണൽ ലെവലിലുള്ള ആശുപത്രികൾക്ക് സാധാരണക്കാരന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അവർ സർക്കാരിനെ തന്നെയാണ് ആശ്രയിക്കുക. പക്ഷേ അതേ സമയത്ത് സ്വകാര്യ മേഖലയെ നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല. ഇപ്പോൾ സമ്പന്നരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, അവർക്കും രോഗം വരുമല്ലോ, അവർക്ക് അങ്ങോട്ട് പോകാം, പാവപ്പെട്ടവർക്ക് ഇങ്ങോട്ട് വരാം. അതുകൊണ്ടാണ് ഞങ്ങൾ എക്സ്പെർട്ട് കമ്മിറ്റി 2 വിഭാഗങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ചെയർമാൻ തന്നെ ഡോക്ടർ SS ലാലാണ്, ഡോക്ടർ മാർത്താണ്ഡൻ പിള്ളയെ പോലുള്ളവരുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഞങ്ങൾ ഈ മേഖലയെ കൂടെ സഹകരിപ്പിക്കും. കാരണം എല്ലാവർക്കും ആരോഗ്യം വേണമെങ്കിൽ സർക്കാർ മേഖല മാത്രം ആരോഗ്യം മതി എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആരോഗ്യവകുപ്പ് തന്നെ ഞാൻ പൊതു ആരോഗ്യത്തിൻ്റെ മന്ത്രിയാണ്. അപ്പോൾ അവരും വേണം. അതെ, ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റിൽ ഈ കുഞ്ഞു ക്ലിനിക്കുകൾക്ക് എതിരെ കുറേ വ്യവസ്ഥ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ള വ്യവസ്ഥ അത് വിദഗ്ധന്മാരുമായി സംസാരിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കും. അത് എക്സ്പെർട്ട് കമ്മിറ്റികളുമായി ഇപ്പോൾ ഈ കമ്മിറ്റി തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു 2 ആഴ്ച കൊണ്ട് റിപ്പോർട്ട് എന്ന് പിരിച്ചുവിടേണ്ട കമ്മിറ്റിയല്ല ഈ എക്സ്പെർട്ട് കമ്മിറ്റി. ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുള്ള എന്താ അറിയോ, ഇതുപോലുള്ള ന്യൂനതകൾ കണ്ടുപിടിച്ച് പരിഹാരം നിർദ്ദേശിക്കുക. രണ്ടാമത് ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ചില റിസർച്ച് നടത്തുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നിപ വവ്വാൽ വരുത്തുന്ന രോഗമാണല്ലോ. പക്ഷേ വവ്വാൽ കേരളം മുഴുവൻ ഉണ്ടല്ലോ.
എന്തുകൊണ്ടാണ് ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം വവ്വാലുകാരൻ രോഗം ഉണ്ടാകുന്നത്? ഇപ്പോൾ നിപ മെയിനായിട്ട് കോഴിക്കോട്, അതിൽ കൂടുതൽ പേരാമ്പ്ര താലൂക്ക്, പിന്നെ മലപ്പുറം ജില്ല, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് കിടന്നത്. ഈ ഭാഗത്തേക്ക് അധികമില്ല. അതിൻ്റെ കാരണം എന്താണ്? അതും കൂടെ റിസർച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു, ഈ കമ്മിറ്റിക്ക് വിപുലമായിട്ടുള്ള അവകാശങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു അഡ്വൈസറി കമ്മിറ്റിയാണെന്നെങ്കിലും അതിന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിരിക്കുകയാണ്. ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചില നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ തന്നെ ഇപ്പോൾ കുറേയൊക്കെ രോഗം നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെ അതെ അതെ. ഇപ്പോൾ ഷിഗല്ല വളരെ റെയറായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, മരണം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ 3-4 ദിവസമായിട്ട്. അത് ഈ കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു കുറേ സ്ഥലത്ത്, ഒന്ന് പരീക്ഷിച്ച് നോക്കി, സക്സസ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം തോറും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിന് തടസ്സം അവസാനിപ്പിക്കാൻ സാധിക്കുന്ന നമുക്ക് സാധിക്കണം. ഈ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ലക്ഷ്യം അതാണ്. ഓക്കെ. ഇനി ഭാവിയിൽ ഇങ്ങനെ ഓരോ തവണയും കഴിഞ്ഞ വർഷം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇത്ര പേര് മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ കാലത്ത് മരണം ഒഴിവാക്കണ്ടേ? കറക്റ്റ്. കേരള മരിക്കുന്ന ഒരു ജീവൻ നഷ്ടപ്പെട്ടാലും കുടുംബത്തിൻ്റെ അത്താണി പോവുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ മരണം എത്രയായിരുന്നു എന്നൊന്നും ഞങ്ങൾ ഇതുവരെ കഴിഞ്ഞ തവണത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇതുവരെ എന്നെക്കുറിച്ച് ഇത്രയൊക്കെ ആക്ഷേപം പറഞ്ഞപ്പോൾ പോലും നിങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് ഇത്ര പേര് മരിച്ചില്ല എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം മരണങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഓക്കെ. പക്ഷേ വേറൊരു കാര്യമുണ്ട് സാർ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല, അതിൻ്റെ വഴി കേൾക്കുന്നത് അല്ല. ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞു, ഇന്നിപ്പോൾ എന്നോട് മാധ്യമങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചില സംഭവങ്ങളുണ്ടായല്ലോ. ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല, ഓരോരുത്തർക്ക് അതിൻ്റേതായിട്ടുള്ള ന്യായങ്ങളുണ്ടാകും. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പേരിൽ മാലിന്യം നീക്കം ചെയ്തില്ലെങ്കിൽ ഈ മഴയത്ത് ഡെങ്കി പടരും. പിന്നെ ആരോഗ്യവകുപ്പിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് പല വകുപ്പുകളുടെയും കോർഡിനേഷനാണ്. അതുകൊണ്ടാണ് ഈ എക്സ്പെർട്ട് കമ്മിറ്റി കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയെയും കണ്ട് ചർച്ച നടത്തി, ലോക്കൽ ബോഡി മിനിസ്റ്ററെയും കണ്ടവർ ചർച്ച നടത്തി. അപ്പോൾ അന്തരീക്ഷം ശുദ്ധമാവണമെങ്കിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യണ്ടേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, പൂന്തുറയിൽ മാലിന്യങ്ങൾ കുവിഞ്ഞു കൂടുന്ന ആളുകൾക്ക് പുറത്തിറങ്ങാൻ വയ്യ. ഞാൻ അപ്പം തന്നെ മേയറെ വിളിച്ചു, പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. കലക്ടറോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ മുൻകൈ എടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരത്താണ് ഡെങ്കി പടരാനുള്ള ഏറ്റവും വലിയ സാധ്യത എന്നാണ് റിപ്പോർട്ട്, ഞങ്ങൾക്ക് കിട്ടിയിട്ട റിപ്പോർട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഈ കോർപ്പറേഷനിലെ ഇഷ്യൂവിന് വേണ്ടി തമ്മിലടിച്ചാൽ മാലിന്യ സംസ്കരണം നടക്കുമോ? ഞാൻ ഇന്ന് എൻ്റെ മുന്നണിയിൽപ്പെട്ട കൗൺസിലർമാരെ വിളിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും കൗൺസിൽ യോഗം നിങ്ങൾ കലക്കാൻ നിൽക്കരുത്. നിങ്ങളവിടെ ചെന്ന് ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ പറയണം. ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യണം, നീക്കം ചെയ്ത് സംസ്കരിക്കണം, തെരുവുനായ്ക്കളെ പിടിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ രോഗങ്ങളുടെ അവസാനം കുറ്റം ആർക്കാം? കുറ്റം ആരോഗ്യമന്ത്രിക്ക് മാത്രം. ഇപ്പോൾ വിദ്യാലയങ്ങൾ ഒരു ഓർഡർ ഇറക്കിയിരുന്നു കഴിഞ്ഞ സർക്കാർ, നിങ്ങൾ വിദ്യാലയങ്ങളിൽ ഫുഡ് സേഫ്റ്റിക്കാർ വിദ്യാലയങ്ങളിൽ പോകാനോ അവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കാനോ പാടില്ല. ഇപ്പോൾ ഷിഗല്ല ബാധിച്ച എങ്ങനെയാണ് വയനാട്? ആ ഒരു LP വിദ്യാലയത്തിലെ കിണറ്റിൽ നോക്കുമ്പോൾ ഫുൾ ബാക്ടീരിയയാണ്. ഇപ്പോൾ ഞങ്ങൾ കൊടുത്തുള്ള നിർദ്ദേശം എന്താ പറയുക, വിദ്യാഭ്യാസ മന്ത്രിയോടും പറഞ്ഞു ഞങ്ങളിന്ന് സഹകരിക്കണം. അദ്ദേഹം സഹകരിക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെല്ലണം, വിദ്യാലയങ്ങളിൽ ചെല്ലണം, ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുമല്ലോ, സാമ്പിളൊക്കെ ഒന്ന് പരിശോധിക്കണം, അവിടുത്തെ കിണറിൽ പരിശോധിക്കണം. എങ്കിലല്ലേ ഇതൊക്കെ തടയാൻ പറ്റൂ. അപ്പോൾ ഞാൻ പറയാം, വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ജലവിഭവ വകുപ്പ്. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഒരു കുപ്പി വെള്ളം കയറ്റി വന്നില്ലേ, ചളി ചീറ്റിയ. ശരിയാണ്, ചളിയാണ്. പക്ഷേ അത് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴും എന്താ അറിയോ, ഈ ജലപീരങ്കിയിലെ തുരുമ്പ അതും പാടില്ല. തുരുമ്പുള്ള വെള്ളം വീണാലും തയ്യാറാണ്. അതെ. അല്ല സാർ, ഇപ്പോൾ സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ഏതും വിവാദമാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വിവാദം, വീര്യം കുറഞ്ഞ മദ്യം ഇപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട്. അങ്ങനെ കുറേ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയങ്ങളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് കെട്ടടങ്ങുമെന്ന്? അത് കെട്ടടങ്ങുമല്ലോ. കാരണം ഞാൻ പറയാം, ഈ ഏറ്റവും അധികം മദ്യത്തിന് എതിർത്ത ഒരു രാഷ്ട്രീയക്കാരൻ കേരളത്തിലുണ്ടായിരുന്നത് K. കരുണാകരനായിരുന്നു. അദ്ദേഹമാണ് ഞങ്ങളെയൊക്കെ മദ്യം മരുന്നിന് പോലും എടുക്കാൻ സമ്മതിക്കാതിരുന്നൊരു നേതാവായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ ബിവറേജസ് കോർപ്പറേഷൻ തുടങ്ങിയതിന്? കാരണം ചില ആളുകൾ ഇത് കുടിച്ചേ തീരുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ല മദ്യം കൊടുക്കുക. അല്ലെങ്കിൽ അന്ന് ഈ വൈപ്പിൻ ദുരന്തം ഉണ്ടായപ്പോഴാണ് അദ്ദേഹം ഈ കോർപ്പറേഷനെക്കുറിച്ച് ചിന്തിച്ചത്. ആളുകൾ കൂട്ടത്തോടെ വന്ന് കുടിച്ച് കൂട്ടത്തോടെ
മരണപ്പെട്ട സംഭവം ഉണ്ടായി. ആക്ഷൻ എടുത്ത് ഗവൺമെൻറ് ആക്ഷൻ എടുത്താൽ മരിച്ചാൽ തിരിച്ചു വരില്ലല്ലോ. അപ്പോൾ കുടിക്കുന്നവർക്ക് നല്ല മദ്യം കൊടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അതാണ് ബിവറേജ് തുടങ്ങിയത്. സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചത് വീര്യം കുറഞ്ഞ മദ്യം ആകുമ്പോൾ ആൾക്കാർ ഈ വീര്യം കൂടിയത് കഴിക്കില്ലല്ലോ. പക്ഷേ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യണം, ഇതൊക്കെ ഘട്ടം ഘട്ടമായി കുറയ്ക്കണം. അതാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. സത്യത്തിൽ അന്ന് ഇത് ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവന്നായിരുന്നു. അപ്പോഴേക്കാണ് LDF സർക്കാർ വന്നിട്ട് അങ്ങ് വ്യാപിച്ചത് ഈ മദ്യം. അപ്പം ഞങ്ങൾ നോക്കുന്നതും വീര്യം കുറഞ്ഞ മദ്യമാകുമ്പോൾ ജനത്തിന് അങ്ങനെ ആരോഗ്യത്തിന് ഒരു പരിധി വരെ ബാധിക്കുള്ളൂ, അതിൽ കൂടുതൽ ബാധിക്കില്ല. പക്ഷേ അതേ സമയത്ത് ഇത് ഘട്ടം ഘട്ടമായി നിർത്തി ഭാവിയിൽ ഒരു പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്ത് പറ്റും അറിയുമോ, ഒരു സഡൻ നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ അത് ചീറ്റിപ്പോവും. ഈ ലഹരി ഉപയോഗിക്കുന്നവൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ വേറെ ലഹരിക്ക് പോവും. അത് ഏറ്റവും അപകടമാണ്. കറക്റ്റ്. അപ്പോൾ ആ ലഹരിയിലേക്ക് പോവാതിരിക്കണമെങ്കിൽ അവർക്ക് കുടിക്കുന്നത് നല്ലൊരു അവരുടെ ശരീരത്തിനെ കാര്യമായി ബാധിക്കാത്ത, ഈ മദ്യം അല്ലെങ്കിൽ മൊത്തമായിട്ട് ബാധിക്കും, എന്നാലും കാര്യമായി ബാധിക്കാത്ത മദ്യം കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതിനാണ് ബിവറേജ് കോർപ്പറേഷൻ കൊണ്ടുവന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ലക്ഷ്യം അതായിരുന്നു. അല്ലാതെ ഇതൊന്നും ഏതെങ്കിലും കമ്പനിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങണമെന്നില്ല. കമ്പനിക്കാർ കാശ് കൊടുക്കുന്നത് എന്തിനറിയോ, വീര്യം കൂടിയത് വിൽക്കാനാണ് അവർക്ക് താല്പര്യം. വീര്യം കുറഞ്ഞതിനോട് താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സദസ്സിലാണ് UDF ഇങ്ങനെ നയം സ്വീകരിച്ച്. പക്ഷേ അതിനെക്കുറിച്ച് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാം, ഞങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. അത് മുഖ്യമന്ത്രി നിയമസഭയിൽ എല്ലാ കാര്യവും ക്ലിയർ കട്ടായിട്ട് പറഞ്ഞില്ല, അതിലും ആർക്കൊരു സംശയമില്ലല്ലോ. സത്യം പറഞ്ഞാൽ 2 ദിവസം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളെയും അദ്ദേഹം തച്ചുടച്ചല്ലോ നിയമസഭയിൽ. അത് തന്നെ ക്ലിയറായില്ലേ, പിന്നെയും പുറത്ത് നടന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട വിവാദമൊക്കെ അവസാനിച്ചു. അത് ഞാൻ പറയാം. അതിൽ 2 കാര്യമാണ്. ഒന്ന്, അവർക്ക് എക്സ്റ്റൻഷനിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് എക്സ്റ്റൻഷനിലായതുകൊണ്ട് ആ കാലാവധി അവസാനിക്കുകയാണ്. അതുകൊണ്ട് സർക്കാരിന് ഒന്നുകിൽ ഇവർക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇത് അവരുടെ സേവനം മറ്റ് മേഖലയിലേക്ക് വിടുക DHSൻ്റെ സ്ഥാനത്തു നിന്ന്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് തീരുമാനം എടുത്തിരുന്നില്ല. പക്ഷേ അതിലേറ്റവും ഒരു പ്രയാസം ഉണ്ടായത്, ഒന്ന് ഈ ഇതിൻ്റെ നിപ സാമ്പിളിനെ കുറിച്ചുള്ള സത്യം മറച്ചു വെച്ച് എൻ്റെ കൂടെ പത്രസമ്മേളനത്തിൽ ഇരുന്നിട്ട് പൂന വൈറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോസിറ്റീവാണ് എന്ന് വിവരം കിട്ടിയവർ എന്നോട് പറഞ്ഞില്ല. കലക്ടർ എന്ത് വിചാരിച്ചു, DHS അറിഞ്ഞാൽ ഞാൻ അറിയുമല്ലോ. DME വിചാരിച്ച് ഇത് കാര്യങ്ങളൊക്കെ DHS ആണ് സാധാരണ മന്ത്രിനെ അറിയിക്കുക. അതുകൊണ്ടാണല്ലോ DHS മാത്രമല്ല എൻ്റെ കൂടെ പത്രസമ്മേളനത്തിൽ ഇരുന്നുള്ളൂ. തെറ്റിദ്ധരിപ്പിച്ചു. രണ്ടാമത് ചെയ്ത് അതുകൊണ്ട് എന്ത് വന്നു, മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും 2 തട്ടിലാണെന്ന് വന്നാൽ ഇങ്ങനത്തെ രോഗങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? രണ്ടാമത് ചെയ്തെന്താ, ഞാൻ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന 18-ാം തീയതിയാണ്. 21-ാം തീയതിയാണ് എൻ്റെ ഈ വകുപ്പ് കിട്ടുന്നത്, ദേവസ്വവും ആരോഗ്യവും. ഇവർ 20-ആം തീയതി ഡേറ്റ് വെച്ച് ഒരു കത്ത് ദേവസ്വം ബോർഡിന് കൊടുത്തു. നിങ്ങളുടെ സേവനങ്ങൾക്ക് ഇത്തവണ കേരളത്തിലെ ഡോക്ടർമാരെ തരാമെന്ന് ഓർത്തിയില്ല. ഞാൻ പറഞ്ഞ ജനാധിപത്യ ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്ത് വകുപ്പ് മന്ത്രി ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് ഇങ്ങനെ കത്ത് നൽകി. ഇപ്പോൾ പ്രതിപക്ഷം നിയമസഭയിൽ ചോദിച്ചെന്താ, 2 ഒരേ വകുപ്പ്, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടായി, ആരാ ഉത്തരവാദി? ഇതൊക്കെ അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇവരെ മാറ്റി. പക്ഷേ അത് ഈക്വൽ സ്റ്റാറ്റസിലേക്ക് കൊടുത്തു. ഇപ്പോൾ പകരം ഇൻഡിപെൻഡൻറ്റ് ചാർജാണ്, പകരം ചാർജാണ്. പുതിയ DHS അല്ല, ഇൻചാർജ്. ഇവർ മുമ്പ് ഇൻചാർജായിട്ട് ഇരുന്നിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, ഡോക്ടർ മീനാക്ഷി. ഈ ഇപ്പോൾ മാറ്റപ്പെട്ട DHS സ്ഥാനം ഏറ്റെടുക്കുന്നത് വരെ ഇവരേതാണ്ട് ഒരു 5-6 മാസക്കാലം അവർ ഈ പോസ്റ്റിൽ ഇരുന്ന ആളാണ്, DHSൻ്റെ ഇൻചാർജ് പോസ്റ്റിൽ. ഞാൻ അവർക്കാണ് കൊടുത്തത്, അല്ലാണ്ട് ഇവിടെ അതിൽ കോൺഗ്രസ്സുകാരുണ്ടോ ഞാൻ നോക്കിയിട്ടില്ല. ഈ കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസസ് സിറ്റി സ്ഥാപിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതൊന്ന് വ്യക്തമാക്കാമോ? അല്ലാതെ ഇപ്പോൾ ഈ ചികിത്സ മാത്രമല്ലല്ലോ, എക്യുപ്മെൻസുകളും ഈ എന്താ പറയുന്നത്, ഇപ്പോൾ തന്നെ കോടികളാണ് നമ്മുടെ ഈ കോർപ്പറേഷന് മരുന്ന് വാങ്ങുന്ന അതിന് കടം. അപ്പോൾ എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഉണ്ടാക്കിയാലെന്താ, എന്തിനാണ് വാങ്ങാൻ നിൽക്കുന്നത്? അത് കൊള്ളാം. അപ്പോൾ ഇതിൽ അതും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വെറും ഹോസ്പിറ്റൽ മാത്രമല്ല, അതിലേക്ക് ആവശ്യമായ സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകാൻ ഹെൽത്ത് സംബന്ധിച്ച് പഞ്ഞി മുതൽ അങ്ങേ അറ്റം വരെയുള്ള എക്യുപ്മെൻസിൻ്റെ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് ഇതിൻ്റെ നിർമ്മാണം ഇവിടെ തന്നെ നടത്താൻ കഴിയും.
അങ്ങിപ്പോൾ 2 സെൻസിറ്റീവ് ആയിട്ടുള്ള വകുപ്പാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സിസ്റ്റത്തെ കുറ്റം പറയുന്നൊരവസ്ഥ നമ്മൾ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. സിസ്റ്റം അത്ര അപകടകരമാണോ അത് ഹാൻഡിൽ സിസ്റ്റം ചെയ്യുന്നത്? അപകടമല്ല. സിസ്റ്റം എന്തെങ്കിലും ട്രാക്ക് തെറ്റുമ്പോഴാണ് അതിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടത്. സിസ്റ്റത്തിന് കുഴപ്പമില്ല. ഇപ്പോൾ ചില ആളുകൾ അവർക്ക് തോന്നിയ പോലെ പ്രവർത്തിക്കുന്നു, നമ്മളവരെ കറക്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരണം. അല്ലെങ്കിൽ അവരെ മറ്റു വല്ല പോസ്റ്റിലേക്ക് മാറ്റിയിരുത്തി ഈ തകരാറാവുന്ന സിസ്റ്റം നമ്മൾ റെക്ടിഫൈ ചെയ്യണം. അതിനല്ലേ മന്ത്രി. സിസ്റ്റം മൊത്തം തകരാറാണ്, ഇതൊക്കെ അങ്ങനെ പോട്ടെ എന്നുണ്ടെങ്കിൽ എന്തിനാ മന്ത്രിക്ക് ശമ്പളം കൊടുക്കുന്ന മാസം ഗജനാകുന്നു. ശരിയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിനെയൊക്കെ വളരെ ഇനി എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ ഒരു തന്മയത്വത്തോടുകൂടെ കൈകാര്യം ചെയ്യണം. ഇപ്പം ഞാൻ പറയും, കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് എല്ലാ മന്ത്രിമാർക്കെതിരായിട്ട് ആരോപണം വന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഒരു മന്ത്രിക്ക് നേരെ മാത്രം വന്നത്? അവർ പൊട്ടിത്തെറിച്ചു. ഒരുപക്ഷെ അവർക്ക് രാഷ്ട്രീയ വിജ്ഞാനം കുറവായതുകൊണ്ടാണ്, അല്ലാതെ അവർ മനഃപൂർവ്വം ചെയ്തായിരിക്കില്ല. അപ്പോൾ അവരിങ്ങനെ എല്ലാത്തിനും പൊട്ടിത്തെറിച്ചു. അതോടെ അപ്പോൾ മാധ്യമങ്ങളും പൊട്ടിത്തെറിച്ചു. അങ്ങനെയാണ് ഇത് ട്രാക്ക് തെറ്റിപ്പോയത്. നേരെ മറിച്ച് ഇതൊക്കെ ഒന്ന് അല്പം തന്മയത്വത്തോടുകൂടെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ സിസ്റ്റത്തിൽ വരുന്ന ചെറിയ ന്യൂനതകൾ പോലും നമുക്ക് റെക്ടിഫൈ ചെയ്യാമായിരുന്നു. അതെ. വേറൊരു ചലഞ്ചുണ്ട് മിനിസ്റ്റർ, അതായത് ഈ അവയവ മാഫിയ അത് വലിയ രീതിയിൽ പിടിമുറുക്കുന്നു എന്നൊക്കെയുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. അതിനെ തകർക്കാനുള്ള നടപടികൾ? തീർച്ചയായിട്ടും അത് ആഭ്യന്തര മന്ത്രാലയമായിട്ട് ചേർന്നുകൊണ്ട് അത് അങ്ങനെയുള്ള ശക്തികളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തും. അതിലിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണും, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അവയവദാനത്തിന് ആളുകൾ സ്വയം മുന്നോട്ട് വരുന്നു. ഇപ്പോൾ ഒരാൾ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നു, ആ വ്യക്തിയുടെ ഭാര്യയും മക്കളും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ദാനം ചെയ്യാവുന്ന എല്ലാം ദാനം ചെയ്യാൻ തയ്യാറാണെന്ന് ഒപ്പിട്ട് കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം രോഗി മരിച്ചു. 4 സ്ഥലത്തേക്കാണ് ഇമ്മീഡിയറ്റായിട്ട് ഓരോ ഭാഗങ്ങളിൽ ലിവർ ഒരു ഭാഗത്തേക്ക് കൊടുത്തു, അതുപോലെ തന്നെ കണ്ണ് വേറെ സ്ഥലത്തേക്ക്, ഹാർട്ട് ഇമ്മീഡിയറ്റായിട്ട് ഹെലികോപ്റ്ററിൽ എത്തിച്ചു. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് വരുന്ന ദോഷം എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റിന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണം. അപ്പോൾ ഇതിൻ്റെ കമ്മിറ്റി മാസത്തിലൊരിക്കലേ മറ്റോ കൂടും. അപ്പോൾ ഇയാൾക്ക് സീരിയസ് ആണ്. അപ്പോൾ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞ അയാൾ വല്ല ഇതിൻ്റെ ആളാണോ എന്ന് കമ്മിറ്റിക്കൊരു സംശയം. അവർ റിജക്റ്റ് ചെയ്തു. ഇവർ എൻ്റെ അടുത്ത് കരഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് ആവശ്യം കരളാണല്ലോ, അതില്ലെങ്കിൽ ആൾക്ക് നാളെ എന്തെങ്കിലും സംഭവിക്കും, നിങ്ങൾ അത് രക്ഷിക്കാൻ നോക്ക്. മറ്റേ ആൾക്ക് എന്ത് ഉദ്ദേശിച്ചാൽ കൊടുത്താൽ നമുക്ക് പിന്നെ ഒരു അന്വേഷണം നടത്താം. ഇത് ഇയാൾ അല്ലെങ്കിൽ രക്ഷപ്പെടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ മാഫിയ കാരണം ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഇതൊക്കെ. ആൾ സ്വമേധയാ കൊടുത്താണ്. അവർ പറഞ്ഞു സ്വമേധയാ അയാൾ മുന്നോട്ട് വന്നതാണ്. പക്ഷേ അതുപോലെ ഇന്നത്തെ ഈ അവയവ കച്ചവടത്തിൻ്റെ പേരിൽ ഡിപ്പാർട്ട്മെൻറ്റിനെ സംശയിക്കേണ്ടി വരും. ഡിപ്പാർട്ട്മെൻറ്റിന് കുറ്റം പറഞ്ഞുകൂടാ, കാര്യം ഇങ്ങനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിയമം. പക്ഷേ ഏതായാലും ഇങ്ങനെയുള്ള ശക്തികളെ കണ്ടു. ഇപ്പോൾ കഴിഞ്ഞ ED കുറച്ച് റെയ്ഡ് നടത്തി. സാധാരണ EDയോട് ഞങ്ങൾക്ക് സമീപനം അറിയാലോ. എന്നോട് ഞാൻ ആശുപത്രിയിലൊക്കെ ഒരു പരിശോധന നടത്തിയില്ല. ഞാൻ നടത്തട്ടെ, ഈ അവയവത്തിൻ്റെ വല്ല കച്ചവടം നടത്തുന്നുണ്ട് അവർ പറഞ്ഞാൽ EDയുടെ മറ്റേ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ നോക്കില്ല. പക്ഷേ ആരോഗ്യ വകുപ്പിൽ ഇങ്ങനെയുള്ള അവയവമാറ്റ കച്ചവടം നടക്കുന്നുണ്ടെന്ന് വല്ലതും കണ്ടാൽ ഞാൻ ആശുപത്രിക്കെതിരെ സ്ട്രോങ് ആക്ഷൻ എടുക്കും. സംശയമൊന്നും വേണ്ടാന്ന് അവർ പരിശോധിക്കട്ടെ, ഒരു തടസ്സം ആരും ചെയ്യരുതെന്ന് പറഞ്ഞു ഞാൻ. മറ്റൊന്ന്, ഈ ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ വിവാദമായിട്ടുണ്ട്. എല്ലാവരെയും വ്രണപ്പെടുത്തിയ, വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. അതിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാനുള്ള ശ്രമം അതിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ റിപ്പോർട്ടൊന്നും സർക്കാരിന് കൊടുക്കണ്ട, ഞങ്ങൾക്ക് തന്നാൽ മതി. ഓക്കെ. അതുകൊണ്ട് ഈ നിലവിലുള്ള കമ്മിറ്റിയെ ഞങ്ങൾക്ക് പിരിച്ചുവിടാനുള്ള അവകാശമില്ല, സർക്കാരിനില്ല. പക്ഷേ അതേ സമയത്ത് ഈ റിപ്പോർട്ട് കൊടുക്കുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഒരു ദേവസ്വമുള്ള ഒരംഗം ഈ കൊള്ളയിലൊക്കെ പങ്കുള്ള ചില ആൾക്കാർ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുത്തും എന്നുള്ള പരാതി വന്നു. ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞാൻ കത്തയച്ചു. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ പരിശോധിക്കണം, പരിശോധിച്ച് നിങ്ങൾക്ക് ഇത് ശരിയാണെന്ന് തോന്നിയാൽ നിങ്ങൾ നടപടിയിലേക്ക് പോകണം. അതല്ല നിങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ, അദ്ദേഹത്തിനോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്, അദ്ദേഹം ഒരു നിഷ്പക്ഷനാണ്. ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് എനിക്ക് സംശയിക്കേണ്ടി വരും. ഉടനെ തന്നെ കുറേയൊക്കെ റെക്ടിഫൈ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്.
പക്ഷേ ഈ കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ ലൂപ്പ് ഹോൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് കണ്ടാൽ അപ്പോൾ ഞങ്ങൾ ഇടപെടും. ഞങ്ങൾ വേണ്ടി വന്നാൽ വേറെ അന്വേഷണം ഞങ്ങൾ പ്രഖ്യാപിക്കും. സംശയം വേണ്ട. ദേവൻ്റെ സ്വർണം ഒരു സ്വത്ത് പോലും മോഷ്ടിക്കാൻ പാടില്ല. എന്നെയൊക്കെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, അമ്പലത്തിൽ തൊഴുത് പുറത്തിറങ്ങുമ്പോൾ ഒരു 4 നിലത്ത് കിടക്കുന്ന കണ്ടാൽ അതെടുത്ത് ഒന്നുകിൽ കൗണ്ടറിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഭണ്ണാരത്തിലിടുക. അതും കൊണ്ട് അമ്പലത്തിൻ്റെ പടിക്ക് പുറത്ത് പോരുതെന്നാണ് എന്നെയൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ദേവസ്വം ബോർഡിലേക്ക് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ, ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ ആൾക്കാർ ഞാൻ പറഞ്ഞു, ഇതിന് മറ്റേതുപോലെയല്ല, ഇത് ഞാൻ ശുപാർശ മാത്രം നോക്കില്ല, ദേവൻ്റെ സ്വത്ത് സംരക്ഷിക്കുന്ന ആളെന്ന് എനിക്ക് ബോധ്യം പറയണം, എന്നാലേ ഞാൻ നിങ്ങളെ വയ്ക്കും. കേരളം കണ്ട ഏറ്റവും തന്ത്രശാലിയായ നേതാക്കളിൽ ഒരാളാണ് ശ്രീ ലീഡർ കെ കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അദ്ദേഹത്തിൻ്റെ ഭരണപരമായ അന്ന് അദ്ദേഹം എടുത്ത നിലപാടുകൾ ഇന്നും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം ഞാനൊരു ദിവസം ഞാൻ MLA ഇരിക്കുമ്പോൾ ട്രെയിനിൽ വരിക, ഒരു മലയാളി ആണ്, പക്ഷേ ജനിച്ച് വളർന്നൊക്കെ അമേരിക്കയിലാണ്. ഇങ്ങനെ എൻ്റെ അടുത്ത് കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് എല്ലാവരും വരുന്നുണ്ടല്ലോ, എന്താ നിങ്ങളെന്താ? ഞാൻ പറഞ്ഞു, ഞാൻ MLA ആണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ഫാദർ, അപ്പോൾ എന്താണ് താങ്കൾ ഈ പൊളിറ്റിക്സിലേക്ക് വരാൻ കാരണം? എൻ്റെ ഫാദർ കേരളത്തിൻ്റെ CM ആയിരുന്നു. പേര് കേട്ട ഉടനെ ആൾ ഭയങ്കരമായിട്ട് പറയുമ്പോൾ കേരളത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയല്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ എയർപോർട്ടൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു കേട്ടിട്ടുണ്ട്, ഞാൻ സ്ഥിരം കൊച്ചിയിലാണ് വന്നിറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പറയും, ഇന്ന ആളാണ് ഈ എയർപോർട്ട് പണിത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇന്നത്തെ രാഷ്ട്രീയക്കാരാരാണെന്ന് അറിഞ്ഞുകൂടാത്ത വിദേശ രാജ്യങ്ങളിൽ ജനിച്ചു വളർന്ന മലയാളികൾ പോലും ഇപ്പോഴും കെ കരുണാകരൻ കേൾക്കുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അതല്ലേ രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇപ്പോഴും അദ്ദേഹത്തെ ചർച്ചകളിലൊക്കെ തന്നെ പരാമർശിക്കും. തീർച്ചയായും എല്ലാ കാര്യങ്ങളും കെ കരുണാകരൻ്റെ കാലഘട്ടം എന്നൊക്കെ ചർച്ച ചെയ്യുന്നതല്ലോ. ഇപ്പം ഞാൻ പറയാം, ഈ മദ്യത്തിൻ്റെ വിഷയം വന്നപ്പോഴും മനഃപൂർവ്വം അല്ലെങ്കിൽ ഞാനും BRISൻ്റെ ചരിത്രത്തിലേക്ക് പോകാൻ കാരണം അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണല്ലോ. അങ്ങ് മുൻപ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ അങ്ങ് മന്ത്രിയായി വളരെ സ്ട്രോങ് ആയിട്ട് ഒരു പൊളിറ്റിക്സിൽ, കേരള പൊളിറ്റിക്സിൽ വളരെ ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തിയ നേതാവാണ്. ഇപ്പോൾ മന്ത്രിയായി മുന്നോട്ട് പോകും. അദ്ദേഹത്തെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോഴതിനെക്കുറിച്ച് പറയുന്നത്, അന്ന് മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള എതിർപ്പായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത്, ക്യാബിനറ്റിലിപ്പോൾ ചേരണ്ട, ഇനി പ്രസിഡന്റ് സ്ഥാനം അവർക്ക് വേണ്ടെങ്കിൽ അവർ വേണ്ട, അടുത്താണെ ലോക്സഭയിലേക്ക് മത്സരിച്ചോ, എന്തിനാണ് നിയമസഭയിലേക്ക് മന്ത്രിയായിട്ട് മത്സരിക്കേണ്ട. പക്ഷേ അന്ന് പാർട്ടി ഒരു തീരുമാനം എടുത്തേ മതിയാവും എന്നൊരു തീരുമാനം എടുത്തപ്പോഴാണ് അത് അംഗീകരിക്കേണ്ടി വന്നത്. കെ കരുണാകരൻ അന്നത്തെ ലൈൻ ഇപ്പോൾ വേണ്ട, പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പക്ഷേ അത് ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി ഒഴിയേണ്ടി വന്നാലും അവർ ക്യാബിനറ്റിലേക്ക് പോകണ്ടെന്ന് അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ അതൊക്കെ അന്ന് വളരെ കറക്റ്റായിട്ട് അദ്ദേഹം എല്ലാം ഭാവി മുമ്പിൽ കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ഇലക്ഷൻ പോയാലുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരുപക്ഷെ ഭാവനയിൽ കണ്ടു കാണും. അദ്ദേഹം, നമ്മളെല്ലാവരും ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു, മലയാളി എപ്പോഴും പറയുന്ന ഒരു പേര്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ കാണിക്കുന്ന ഒരു റെസ്പെക്റ്റ് നമുക്കറിയാം, പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അങ്ങയുടെ മനസ്സിൽ അദ്ദേഹം ഒരു സ്നേഹസമ്പന്നനായ അച്ഛൻ, അതുപോലെ തന്നെ ലീഡർ, ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ലീഡറെ അങ്ങ് കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങയുടെ മനസ്സിലേക്ക് വരുന്നത്? അതിൽ ഈ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ ഞങ്ങളുടെ ഉപദേശം തേടിയത്. അല്ല, 2 സന്ദർഭത്തിൽ. ഒന്ന്, രാജൻ കേസ് വന്നപ്പോൾ അന്ന് അദ്ദേഹം ഞങ്ങളെ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. സാധാരണ രാഷ്ട്രീയ തീരുമാനം ഞങ്ങളെ അറിയിക്കില്ല, അദ്ദേഹം തീരുമാനം എടുത്തതിന് ശേഷം മറ്റുള്ളവർ അറിയുന്ന പോലെ ഞങ്ങൾ പറയാറുള്ളൂ. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ധാരണ ഈ രാജൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാജിവെച്ചാൽ ചിലപ്പോൾ ആ കുട്ടി പുറത്തു വരും, നേരെ മറിച്ച് ഞാൻ രാജിവെക്കാതിരുന്നാൽ ഇനി ആ കുട്ടിക്ക് വല്ലതും സംഭവിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരായിരിക്കും. അപ്പോൾ ചിലർ പറഞ്ഞു, ഇനി അങ്ങ് എന്തിനാണ് രാജിവെക്കുന്നതിനാ? ഉദ്യോഗസ്ഥന്മാരല്ലേ റിപ്പോർട്ട് തന്നെ,
ഇന്ന് ഒരു കുട്ടിയെ കാണാനില്ല എന്ന് ചോദിച്ചപ്പോൾ അത് അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ട് റിപ്പോർട്ട് തരാതിരുന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ. ഞാൻ അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പോരെ. അന്ന് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഒരുപക്ഷെ അന്നത്തെ രാജിയാണ് പിന്നീട് പ്രഗത്ഭനായ ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന് സംഭാവന ചെയ്തത്. കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് അതോടെ ധൈര്യമായി. ഈ മനുഷ്യൻ പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ അദ്ദേഹം പ്രൊട്ടക്റ്റ് ചെയ്യും, അതിനുവേണ്ടി വേണം സ്ഥാനം വലിച്ചെറിയാൻ തയ്യാറുള്ള ഒരാളാണ് അദ്ദേഹം എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അന്ന് ഞങ്ങളോട് അഡ്വൈസ് ചോദിച്ചു രാജിവെക്കുന്നതിനെക്കുറിച്ച്. കാരണം 1 മാസമല്ലേ ഉള്ളൂ മുഖ്യമന്ത്രിയായിട്ട്. ഞങ്ങൾ സമ്മതിച്ചു. രണ്ടാമത് പാർട്ടി വളർന്നു 78. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ എല്ലാ നേതാക്കളും ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാവ് ഇന്ദിരാഗാന്ധിയാണ്. ഇവിടെ എന്ത് സ്റ്റാൻഡ് എടുക്കണം? ഇനി ഒരു സ്റ്റാൻഡ് എടുത്താൽ ഇപ്പോൾ അന്ന് രാജ്യം കേസ് നടക്കുകയാണല്ലോ. ഇപ്പോഴത്തെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാനസിക പ്രയാസങ്ങളുണ്ട്. ഇനി രാഷ്ട്രീയമായിട്ട് ഒറ്റപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവാം ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്നാൽ. പക്ഷേ എൻ്റെ ഇഷ്ടം അവരുടെ കൂടെ നിൽക്കുന്നതാണ്. എനിക്ക് അവരുമായിട്ട് മാത്രമേ യോജിക്കാൻ കഴിയുന്നുള്ളൂ. ഞങ്ങൾ പറഞ്ഞു ധൈര്യമായിട്ട് തീരുമാനം എടുക്കണം. ഞങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും കുഴപ്പമില്ല, ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവരുടെ കൂടെ നിൽക്കണം. അവർ നല്ല തൻ്റേടിയായിട്ടുള്ള സ്ത്രീയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് തിരിച്ചുവരവുണ്ടാവും. അവരുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ഉപദേശം ചോദിച്ചിട്ടുള്ളൂ. ആ 2 കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സുള്ള ശരിയായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞില്ലേ. അപ്പോൾ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാൻ കരുത്തുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. അങ്ങ് പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം മനസ്സറിയാതെ പഴികേട്ടു രാജൻ കേസിലൊക്കെ. അല്ല, അത് അദ്ദേഹത്തെ വല്ലാണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ടോ? അല്ല, അതുണ്ടായി. അദ്ദേഹത്തിൻ്റെ ധാരണ അദ്ദേഹം തിരിച്ചു വരുന്നുള്ള ധാരണയുണ്ടായിരുന്നു. ഒരിക്കലും മറ്റേതെങ്കിലും സംഭവിച്ചായിട്ട് ഇപ്പോഴും രേഖയില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരാൾ 7 വർഷം തിരിച്ചു വന്നില്ലെങ്കിൽ മരിച്ചതായിട്ട് കണക്കാക്കണമെന്നുണ്ടല്ലോ. അതനുസരിച്ച് നമ്മൾ പറയുകയാണ് ആളില്ല, ജീവിച്ചിരിപ്പില്ല. പക്ഷേ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള ധാരണയാണ് അദ്ദേഹം രാജിവെക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് നമ്മളിപ്പോൾ എപ്പോഴും പറഞ്ഞ് പഴകിയ ഒരു വാക്കാണ് തന്ത്രശാലിയായ നേതാവ്. പക്ഷേ ഈ ഒരുപാട് പേരെ ഒരുമിച്ച് നിർത്തി ഒരു മന്ത്രിസഭ രൂപീകരിച്ച കാര്യം അതിപ്പോഴും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു അത്ഭുതമാണ്. അതായത് അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ 84 എൻ്റെ ഓർമ്മ. അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന PM അബൂബക്കർ സാഹിബിൻ്റെ ഒരു പ്രസംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അന്ന് ഗാലറിയിൽ ഇരുന്ന് പ്രസംഗം കേൾക്കുക. പറഞ്ഞൊരു സർക്കസ് കൂടാരത്തിലെ റിംഗ് മാസ്റ്ററാണ് കെ കരുണാകരൻ. ഈ സർക്കസ് കൂടാരത്തിൽ ആനയുണ്ട്, പുലിയുണ്ട്, സിംഹമുണ്ട്, കരടിയുണ്ട്, മൂർഖൻ പാമ്പുകളുണ്ട്. ഇവരുടെ നടുവിൽ റിംഗ് മാസ്റ്ററെ പോലെ അദ്ദേഹം ഈ സർക്കസ് കൂടാരം കൈകാര്യം ചെയ്യുന്നു. അതായിരുന്നു സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴിവെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും വലിയൊരു നേതാവിൻ്റെ മകനായി വളർന്നു വന്നു. ഒട്ടേറെ രാഷ്ട്രീയ ആചാര്യന്മാരുമായി അടുത്തിടപഴകിയിട്ടുണ്ട്. രാഷ്ട്രീയ എക്സ്പീരിയൻസ് വല്ലാണ്ട് വലിയൊരു എക്സ്പീരിയൻസും ഉണ്ട് അങ്ങേക്ക്. പുതിയ തലമുറയോട്, അത് രാഷ്ട്രീയക്കാരാണെങ്കിലും ആരാണെങ്കിലും, അവരോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അതായത് നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമുക്കൊരു ആദർശം ഉണ്ടാവണം. ഇതിൻ്റെ ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ ഒരാളുടെ കൂടെ തന്നെ നിൽക്കുക, എന്തെങ്കിലും കോട്ടം ഉണ്ടാകുമ്പോൾ ഉടനെ അടുത്ത ഇതിലേക്ക് ചാടുക. അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഒരു പ്രസക്തിയില്ല. നേരെ മറിച്ച് ഇപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്, രാഹുൽ ഗാന്ധിയെ, അദ്ദേഹത്തിനെ പറ്റി വാനോളം പുകഴ്ത്തുന്ന പലരും പിന്നീട് മറുകണ്ഠം ചാടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു ആദർശമല്ലല്ലോ. ഇപ്പോൾ തന്നെ ഞാൻ ഒരു രാഷ്ട്രീയത്തിൽ ഇന്നും എതിർ ഭാഗത്ത് നിന്നിട്ടുള്ള ഒരാളാണ് ശിവനോ രാജഗോപാൽ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ പാർട്ടി രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുള്ള കാലത്ത് പോലും അദ്ദേഹം ആ പാർട്ടിയിൽ നിന്നു. ഒരുപാട് തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹം തോറ്റു. പക്ഷേ അദ്ദേഹം നിലപാട് മാറ്റിയില്ല. ഇവിടെ 10 വർഷം അധികാരം കിട്ടാത്തപ്പോൾ തന്നെ പലർക്കും ക്ഷീണമായി. നമ്മൾ നോക്കേണ്ടത് ആ പഴയ തലമുറയിൽപ്പെട്ട ആളുകളുടെ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുണ്ട്, അത് കൈവരിക്കണം. അതാണ് ഇന്നത്തെ തലമുറക്കാരോട് എനിക്ക് പറയാനുള്ളത്. ഇത്രയും സമയം തിരക്കേറിയ ഈ ദിവസവും ഇത്രയും സമയം ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന, കേരള കൗമുദിക്ക് അനുവദിച്ചു തന്നതിന് വളരെയേറെ സന്തോഷവും നന്ദിയുമുണ്ട്. അങ്ങയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇനിയും ഒട്ടേറെ ഉയരങ്ങളുണ്ടാകട്ടെ, വിജയങ്ങളുണ്ടാകട്ടെ, നാടിന് അതിലൂടെ നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിനു മുൻപ് ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ.
കേരളത്തിലെ സാധാരണക്കാരുടെ എന്ന് മാത്രമല്ല എല്ലാവരുടെയും ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന 2 വകുപ്പുകൾ ഹാൻഡിൽ ചെയ്യുന്ന ശ്രീ കെ മുരളീധരൻ എന്ന മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് സ്പഷ്ടതയുണ്ട്, അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് വ്യക്തതയുണ്ട്, അദ്ദേഹത്തിൻ്റെ ആക്ഷൻ വളരെ വ്യക്തവുമാണ്, ലക്ഷ്യബോധമുള്ളതുമാണ്. അതിലൂടെ നാടിന് ഒട്ടേറെ നേട്ടങ്ങളുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.